കെസിബിയിൽ വിജിലൻസ് അന്വേഷണം നേരിടുന്ന ഉദ്യോഗസ്ഥർ നിരവധിയെന്ന് വിവരാവകാശ രേഖ. 10 വർഷത്തിനിടെ 33 ജീവനക്കാർ വിജിലൻസ് കേസുകളിൽ പ്രതികൾ. സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട് 9 പോലീസ് കേസുകളാണ്. എല്ലാ കേസുകളും വിചാരണയിൽ. വിവരാവകാശ രേഖയുടെ പകർപ്പ് ജനം ടിവിക്ക് ലഭിച്ചിട്ടുണ്ട്. ജനം ബ്രേക്കിംഗ് സ്റ്റോറിയാണ്. വിവരങ്ങളുമായി ടിൻഡു ദാസാണ് നമുക്കൊപ്പം ഉള്ളത്. ടിൻഡു, എന്തായാലും വേലി തന്നെ വിളവ് തിന്നുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം 33 ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ 33 ജീവനക്കാർ വിജിലൻസ് കേസുകളിൽ കുടുങ്ങുമ്പോൾ അത് 10 വർഷത്തിനിടെയുള്ള കണക്കാണ് എന്നുള്ളതാണ്. എന്താണ് നമുക്ക് മനസ്സിലാകുന്ന കാര്യങ്ങൾ? രാഖി, കഴിഞ്ഞ 10 വർഷത്തിനിടെ 33 KSEBിയിലെ ജീവനക്കാർ വിജിലൻസ് കേസിലെ പ്രതികളാണെന്നുള്ള ഒരു രേഖയാണ് പുറത്തു വന്നിട്ടുള്ളത്. KSEBിയിലെ അഴിമതിക്കാരായിട്ടുള്ള ഉദ്യോഗസ്ഥരുടെ പട്ടികയാണിത്. വിവിധ കേസുകളിൽ വിചാരണ നേരിടുന്ന ഉദ്യോഗസ്ഥരുടെ എണ്ണം 33ഓളമാണ്. വിജിലൻസ് കേസുകളിൽ ഇവർ പ്രതിയായിട്ടുള്ളവരാണ്. 2014 മെയ് മുതൽ 2024 ഡിസംബർ വരെയുള്ള കണക്കുകളാണിത്. സാമ്പത്തിക ക്രമക്കേടുകളുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത 9 കേസുകളാണ് ഉള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എറണാകുളത്ത് 4 കേസ്, ഇടുക്കിയിൽ 3, കോഴിക്കോട് 3, വയനാട് 3, കൊല്ലം 2, കോട്ടയം 2, കാസർഗോഡ് 2, ആലപ്പുഴ, പത്തനംതിട്ട, തൃശൂർ, പാലക്കാട്, കണ്ണൂർ എന്നിവിടങ്ങളിൽ ഓരോ കേസുകളായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. KSEB ഉദ്യോഗസ്ഥർക്കായി രജിസ്റ്റർ ചെയ്ത കേസുകൾ നിസ്സാരമായി കാണാൻ കഴിയില്ല എന്നാണ് ഈ വിവരാവകാശ രേഖയിൽ ലഭിച്ച ഈ KSEBിൽ തന്നെ ഉദ്യോഗസ്ഥർ പറയുന്നത്. കഴിഞ്ഞ 2014 മുതൽ 2024 വരെയുള്ള കണക്കെടുക്കുമ്പോൾ അത് വലിയ ഗുരുതരമായിട്ടുള്ള വിഷയമായിട്ട് തന്നെയാണ് ചൂണ്ടിക്കാട്ടുന്നത്. നേരത്തെ രാഖി സൂചിപ്പിച്ചതുപോലെ വേലി തന്നെ വിളവ് തിന്നുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ജീവനക്കാരുടെ എണ്ണത്തെ സംബന്ധിച്ചിടത്തോളം KSEBിയിലാണ് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ജീവനക്കാരുടെ എണ്ണം കുറവ്. ആ ഒരു എണ്ണം കുറവ് നിൽക്കുമ്പോൾ ഇത്തരത്തിൽ ഉദ്യോഗസ്ഥർ അവിടെ കാണിക്കുന്നത് ക്രമക്കേടുകളും അഴിമതികളുമാണ്. ഇത്തരത്തിൽ വിജിലൻസ് കേസിൽ പ്രതിയാക്കപ്പെട്ടിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ കേസ് അന്വേഷിക്കുന്നവർ പിന്നെയും ഇത്തരത്തിൽ ഒരു തരത്തിലുള്ള സംവിധാനങ്ങളെയും ഭയക്കാതെ തുടരുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ എന്തായാലും സംസ്ഥാനത്ത് വിവിധ ജില്ലകളിലായിട്ട് KSEBിയിലെ വിവിധ ഇടങ്ങളിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരാണ് ഇത്തരത്തിൽ അഴിമതിയുടെ പട്ടികയിൽപ്പെട്ടിട്ടുള്ളത്. മറ്റ് വകുപ്പുകൾക്ക് പുറമേയും KSEBിക്ക് അകത്ത് വിജിലൻസ് സംവിധാനം ഇല്ല എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ പുറമേ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന കേസുകളാണിത്. ഒരുപക്ഷെ ആഭ്യന്തരമായിട്ടുള്ള വിജിലൻസ് സംവിധാനം ഉണ്ടായിരുന്നുവെങ്കിൽ ഇതിൽ കൂടുതൽ കണക്കുകൾ പുറത്തു വരുമായിരുന്നുവെന്നും ആ വിവരാവകാശ രേഖ നൽകിയ ഉദ്യോഗസ്ഥൻ സമ്മതിക്കുന്നുണ്ട്. എന്തായാലും ഗുരുതരമായിട്ടുള്ളൊരു കുറ്റമാണ്. കാരണം വിവിധ ഇടങ്ങളിലായി KSEBിയുടെ ജീവനക്കാരിൽ ഭൂരിഭാഗവും ഇത്തരത്തിൽ ഈ വിജിലൻസ് കേസിൽ പ്രതികളാകുക എന്ന് പറയുന്നതും അത് ആ സംവിധാനത്തെ തന്നെ ബാധിക്കുന്നതാണ്. രാഖി, KSEBിയിൽ വിജിലൻസ് അന്വേഷണം നേരിടുന്ന ഉദ്യോഗസ്ഥർ നിരവധി എന്നാണ് വിവരാവകാശ രേഖ. 10 വർഷത്തിനിടെ 33 ജീവനക്കാർ വിജിലൻസ് കേസുകളിൽ പ്രതികൾ. സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട് 9 പോലീസ് കേസുകൾ ഉണ്ടുതാനും. എല്ലാ കേസുകളും വിചാരണയിലുമാണ്. വിവരാവകാശ രേഖയുടെ പകർപ്പാണ് ജനം TV പുറത്ത് വിട്ടത്. ടിൻഡു ദാസാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.